സല്യൂട്ട് സജ്ജനങ്ങളെ. 2012 ജനുവരി മാസം എനിക്ക് ADGP ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചു. കുറച്ച് നാളുകളായിട്ട് IPS ഓഫീസേഴ്സിന് വളരെ കൃത്യമായിട്ടുള്ള പ്രൊമോഷൻസ് കൊടുക്കാറുണ്ട്. ജനുവരി 1-ാം തീയതി ആവുമ്പോൾ തന്നെ ചാർജ് എടുക്കത്തക്ക രീതിയിൽ ഒരാഴ്ച മുമ്പ് തന്നെ ഓർഡർ ഇഷ്യൂ ചെയ്യും. പക്ഷെ ഞങ്ങളുടെ സമയത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. ജനുവരി 1-ാം തീയതി ആവുമ്പോൾ പ്രൊമോഷൻ ഡ്യൂ ആണെന്ന് പറയും. പിന്നെ സർക്കാരിൻ്റെ സൗകര്യം അനുസരിച്ച് ഓർഡർ വരും. ഇപ്പോൾ ചാർജ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയും. അങ്ങനെ ADGP ആയിട്ട് പ്രൊമോഷൻ ആണെങ്കിലും കുറച്ച് വൈകിയാണ് ഞാൻ ചാർജ് എടുത്തത്. ജനുവരി 2-ാമത്തെ ആഴ്ചയാണ് തോന്നുന്നത്, 7-ാം തീയതി 8-ാം തീയതി എങ്ങാണ്ടാണ് ആംഡ് പോലീസ് ബറ്റാലിയൻ്റെ ADGP ആയിട്ടായിരുന്നു എനിക്ക് പോസ്റ്റിംഗ് വന്നത്. അതായത് കേരള പോലീസിൻ്റെ സായുധ സേന. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ ജില്ലയുടെ ഒരു ബറ്റാലിയൻ കമാൻഡൻ്റ് ആക്കാൻ പറ്റില്ലേ സർ എന്ന് ഞാൻ DGPയോട് ചോദിച്ചപ്പോൾ, സായുധ സേന പുരുഷന്മാർ മാത്രം ഉള്ളതാണ്, അവിടെ വനിതകളെ ഒന്നും ബറ്റാലിയൻ കമാൻഡൻ്റ് ആക്കില്ല എന്ന് അന്നത്തെ DGP പറഞ്ഞത്. അതിന് വിപരീതമായിട്ട് ഇപ്പോൾ 8 ബറ്റാലിയനുകളുള്ള സായുധ സേനയുടെ ADGP ആയിട്ടാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. ഞാൻ ഇതിനു മുമ്പ് എറണാകുളം റേഞ്ചിൽ IG ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ സ്ഥാനമൊഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് ADGP ബറ്റാലിയനായിട്ട് ചാർജ് എടുത്തു. അതോടൊപ്പം തന്നെ എനിക്ക് 2 അധിക ചുമതല കൂടെ കിട്ടി. ട്രെയിനിങ്ങിൻ്റെ ADGPയുടെ ചുമതലയും ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് എന്ന ഒരു പോസ്റ്റുണ്ട്, അതിൻ്റെ ADGPയുടെ ചുമതലയും. അങ്ങനെ ബറ്റാലിയൻ ADGP ആയിരുന്നുകൊണ്ട് ഞാൻ 2 അധിക ചുമതലയും വഹിച്ചുകൊണ്ടാണ് അവിടെ ജോലി ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള സർക്കാരിൻ്റെ കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കേരള പോലീസാണ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുന്നതും കേരള പോലീസിൽ തന്നെ ആയിരിക്കും. എക്സിക്യൂട്ടീവ് ആൻഡ് മിനിസ്റ്റീരിയൽ വിഭാഗങ്ങൾ, താൽക്കാലിക ജീവനക്കാർ എല്ലാം കൂടെ കൂട്ടി 1,00,000-ൽ കൂടുതൽ ആൾക്കാർ കേരള പോലീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലും ഏറ്റവും ശക്തമായ വകുപ്പ് എന്ന് പറയുന്നത് ആംഡ് പോലീസ് ബറ്റാലിയനാണ്. ഒരു ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ 1000 പോലീസുകാർ എന്നാണ്, അല്ലെങ്കിൽ പട്ടാളക്കാർ എന്നാണ് തത്വം. 800 മുതൽ 1000 വരെ കാണാം. 8 മുതൽ 10 കമ്പനി വരെ. ഒരു കമ്പനി എന്ന് പറയുന്നത് 100 പേരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 8 ബറ്റാലിയൻ ആയിരുന്നു ആ സമയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 11 ബറ്റാലിയനുകളാണ്. കേരള ആംഡ് പോലീസ് 1 മുതൽ കേരള ആംഡ് പോലീസ് 5 വരെയുള്ള ബറ്റാലിയൻ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ MSP, SAP, പിന്നെ SRAF എന്ന് പറയുന്ന ഒരു ബറ്റാലിയൻ, സ്റ്റേറ്റ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. അത് പിന്നീട് പേര് മാറ്റി RRRF, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് എന്നാക്കി മാറ്റി. പേര് മാറ്റുന്ന വലിയ ഇഷ്ടമാണല്ലോ ചിലർക്കൊക്കെ. അതുപോലെ തന്നെ ഈ ബറ്റാലിയനുകളുടെ സ്ഥാനവും മാറ്റിയിട്ടുണ്ട്. ബറ്റാലിയൻ 1ഉം 5ഉം തൃശ്ശൂരായിരുന്നു. സ്പെഷ്യൽ ആംഡ് പോലീസും 3ഉം തിരുവനന്തപുരത്തായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നത്. ഇപ്പോൾ SAP എന്ന് പറയുന്ന തിരുവനന്തപുരത്ത്, MSP മലപ്പുറത്ത്. അത് വളരെ പ്രാചീനമായിട്ടുള്ള ബറ്റാലിയനാണ്. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയിരുന്ന 2 പോലീസ് ബറ്റാലിയനുകളാണ്. കേരള പോലീസിൻ്റെ KP-1 തൃശ്ശൂരുണ്ട്, 2 പാലക്കാടുണ്ട്, 3 എന്ന് പറയുന്നത് ഇപ്പോൾ അടൂരാണ്, 4 കണ്ണൂരാണ്, 5 എന്ന് പറയുന്നത് ഇടുക്കിയിലാണ്. RRRF എന്ന് പറയുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് ആണ് ഉണ്ടത്. നേരത്തെ അത് തിരുവനന്തപുരത്തായിരുന്നു. പുതിയതായിട്ട് വന്ന ബറ്റാലിയനുകൾ ഇന്ത്യ റിസർവ് പോലീസ് എന്ന് പറയുന്ന ഒരു റിസർവ് ബറ്റാലിയനാണ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞ വേറൊരു ബറ്റാലിയനുണ്ട്. പിന്നെ ഒരു വനിതാ ബറ്റാലിയനുണ്ട്. അങ്ങനെ 11 ബറ്റാലിയനാണ് ഇപ്പോഴുള്ളത്. PSC റിക്രൂട്ട്മെൻറ്റ് വഴി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലുള്ള ഓഫീസേഴ്സ് യൂണിഫോം ഇട്ടുകൊണ്ട് ആദ്യം പോകുന്നത് ബറ്റാലിയനുകളിലാണ്. അവിടെ ആംഡ് ഫോഴ്സ് ആയിട്ട് നിൽക്കും. അതായത് ഓരോരുത്തർക്കും ഓരോ തോക്ക് വെച്ചിട്ടുണ്ടാവും. എപ്പോഴും ഒരു പരിശീലന മുറയിൽ എപ്പോഴും തയ്യാറായിട്ട് നിൽക്കും. ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ അവർക്ക് കമാൻഡോ ട്രെയിനിങ്ങും അതുമൊക്കെ കൊടുക്കുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സിനെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പല പല ജില്ലകളിലേക്ക് വിന്യസിക്കാൻ സാധിക്കും. തൃശ്ശൂർ പൂരം, അവിടെ ഒരുപാട് ആളുകൾ വരുമ്പോൾ കുറേ പോലീസുകാരുടെ ആവശ്യമുണ്ട്. നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും റോഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ കുറേ പോലീസുകാരുടെ ആവശ്യമുണ്ടല്ലോ. ശബരിമല, അതുപോലെ ആറ്റുകാൽ പൊങ്കാല, അതുപോലെ ഉത്സവങ്ങൾ വരുമ്പോൾ, VIP ഡ്യൂട്ടികൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്രമസമാധാന ലംഘനങ്ങൾ ഉണ്ടായാൽ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അവിടെയൊക്കെ ഈ ബറ്റാലിയനുകളിൽ നിന്ന് പോലീസ് ഓഫീസേഴ്സിനെ ചോദിക്കാറുണ്ട്. സാർ 2 കമ്പനി ഇവിടെ വേണം, 1 കമ്പനി വേണം എന്നൊക്കെ പറഞ്ഞ് SP-മാർ ചോദിക്കും. അപ്പോൾ ബറ്റാലിയൻ ADGP ആണ് ഇതെല്ലാം നിയന്ത്രിച്ച് ഉള്ളതനുസരിച്ച് പലയിടത്തായിട്ട് വിഭജനം ചെയ്യുന്നത്. നിരന്തരം പ്രശ്നമുള്ള ചില സ്ഥലങ്ങളുണ്ടാവും. അവിടെ ചിലപ്പോൾ 2 കമ്പനി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കുറേ നാളുകളായിട്ട്.
അങ്ങനെ നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട അവരെ തിരിച്ചു വിളിച്ച് പകരം ആൾക്കാരെ കൊടുത്ത് അവരെ വീണ്ടും ട്രെയിനൊക്കെ ചെയ്ത് സജ്ജമാക്കിയൊക്കെ വിടുന്ന ഒരു ശീലമാണുള്ളത്. ബറ്റാലിയനുകളിൽ നിന്നാണ് അവർ പിന്നീട് ജില്ലകളിലേക്ക് പ്രൊമോഷൻ കിട്ടി പോലീസുകാർ പോകുന്നത്. അങ്ങനെ ആംഡ് പോലീസ് ബറ്റാലിയൻ, സായുധ സേന എന്ന് പറയുന്നത് 10,000 തൊട്ട് 20,000 പോലീസ് ഉദ്യോഗസ്ഥരുടെയും സ്റ്റാഫിൻ്റെയും അനുബന്ധ ആൾക്കാരുടെയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഫോഴ്സാണ് കേരള പോലീസിൽ. അതോടൊപ്പം ട്രെയിനിങ്ങിൻ്റെ അഡീഷണൽ ചാർജും കൂടെ എനിക്ക് കിട്ടിയിരുന്നു. പരിശീലനം എന്ന് പറയുന്നത് പോലീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. പോലീസിലേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ അവർക്ക് 9 മാസത്തെ പരിശീലനമാണ് അടിസ്ഥാനപരമായിട്ട് കൊടുക്കുന്നത്. അത് കേപ്പ തുടങ്ങിയതിന് ശേഷം, കേരള പോലീസ് അക്കാഡമി തുടങ്ങിയ ശേഷം അവിടെ വെച്ചാണ് കൊടുക്കാറ്. അവിടെ ഒരുപാട് ആളുകളെ പരിശീലിപ്പിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചില ബറ്റാലിയനുകളിൽ വെച്ചും പരിശീലനം നൽകാറുണ്ട്. വിദഗ്ധരായിട്ടുള്ള പരിശീലകർ ഉണ്ടാവും, ചില വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ട്രെയിനിങ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുക, സിലബസിൽ വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക, എന്നിട്ട് ചില ബറ്റാലിയനുകളിൽ വെച്ചിട്ടും ചിലപ്പോൾ പരിശീലനം കൊടുക്കാറുണ്ട്. കേരള പോലീസ് അക്കാഡമിയിൽ പോലീസിന് പരിശീലനം കൊടുക്കാത്ത സമയത്ത് മറ്റ് യൂണിഫോംഡ് സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് നമ്മൾ പരിശീലനം കൊടുക്കാറുണ്ട്. എക്സൈസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ് തുടങ്ങിയുള്ള യൂണിഫോംഡ് ജോലിക്കാരുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ആ വകുപ്പുകളിൽ നിന്നുള്ള ആൾക്കാരെയും PSC വഴി റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്കും നമ്മൾ പരിശീലനം കേപ്പായിൽ കൊടുക്കാറുണ്ടായിരുന്നു. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷൻസ് കാലോചിതമായിട്ട് വരുത്തേണ്ടി വന്നു. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഭാഷാ പ്രയോഗം, എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ചുള്ള പരിശീലനം, പിന്നെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള പരിശീലനം. പിന്നെ ഞാൻ ADGP ട്രെയിനിങ് ആയിരുന്ന സമയത്താണ് സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും കമ്പൽസറി ആയിട്ട് തുടങ്ങിയത് എൻ്റെ തൊട്ട് മുമ്പുള്ള ഓഫീസർ ഇരുന്നപ്പോഴായിരുന്നു. ട്രാഫിക്കിനെ കുറിച്ച്, പോലീസ് ചെയ്യേണ്ട വിവിധ ജോലികളെക്കുറിച്ച്, പരാതികളെക്കുറിച്ച് പോലും എങ്ങനെയാണ് നന്നായിട്ട് അന്വേഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പരിശീലനം നമ്മൾ കൊടുത്തിരുന്നു. സിലബസ് അനുസരിച്ചുള്ള ട്രെയിനിങ് നടക്കുന്നതിനോടൊപ്പം പ്രത്യേക വ്യക്തികളെ വിളിച്ചു വരുത്തി അവരുമായിട്ടുള്ള അഭിമുഖം, ഇൻ്റർവ്യൂ, ചർച്ചകൾ, അതുപോലെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും പറയുക, ട്രെയിനീസിന് ഏത് രീതിയിലാണ് പരിശീലനം ആവശ്യമുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്ന രീതി തുടങ്ങിയതും വിവിധ തരത്തിലുള്ള ട്രെയിനിങ് മോഡ്യൂളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശീലനം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റം വരുത്താൻ സാധിച്ചു. പണ്ടൊക്കെ പോലീസിൽ ജോലി കിട്ടി വന്നു കഴിഞ്ഞാൽ പരിശീലന സമയത്ത് വളരെ മോശമായിട്ടുള്ള ജോലികൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. പ്രൊബേഷനേഴ്സിനെ കൊണ്ട്, ട്രെയിനീസിനെ കൊണ്ട് അവിടെയുള്ള ക്ലീനിങ്, അടിച്ചുവാരൽ, ബാത്റൂം കഴുകൽ, ഓഫീസേഴ്സിൻ്റെ വീട്ടിൽ പോയി പണി ചെയ്യുക, പുല്ല് പറിക്കുക, അങ്ങനെയുള്ള സകല, ഇപ്പോഴത്തെ പശുത്തൊഴുത്തിൽ നിന്ന് ചാണകം വാരിക്കുക, അത് എല്ലാ വൃത്തികെട്ട പണികളും ഇവരെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അതിന് ഫറ്റീഗ് ഡ്യൂട്ടി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് തളർന്ന് ക്ഷീണിച്ച് മൂക്ക് പൊത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി. ചിലപ്പോൾ അത് ശിക്ഷാ നടപടി എന്ന രീതിയിൽ ഫറ്റീഗ് ഡ്യൂട്ടി കൊടുക്കാറുണ്ട് ചില അച്ചടക്ക ലംഘനമൊക്കെ കാണിക്കുന്ന ചില ആൾക്കാർക്ക്. വളരെ നല്ല നിലയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് വരുന്നത്. നമ്മൾ പോലീസുകാരൻ എന്നുള്ള പദപ്രയോഗം തന്നെ നമ്മൾ നിർത്തലാക്കിയല്ലോ. കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ എന്നുള്ളത് ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. അവർ സിവിൽ പോലീസ് ഓഫീസേഴ്സാണ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസേഴ്സാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ള ഒരു നാമകരണത്തോടു കൂടി വരുന്നവരെല്ലാവരും മിക്കവാറും നല്ല ഡിഗ്രിയോടെ പഠിച്ചു വന്നവരായിരിക്കണം. PhD ഉള്ളവരുണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഉണ്ടായിരുന്നു, MBA പഠിച്ചിട്ട് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു, സ്കൂളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്തിട്ടുള്ളവരുണ്ടായിരുന്നു, ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള വലിയ നിലയിൽ നിന്ന് നല്ല പഠനത്തോടു കൂടി വരുന്ന ആൾക്കാർക്ക് പണ്ടത്തെ പോലെ 8ാം ക്ലാസ്സും ഗുസ്തിയും ഒന്നും അല്ല പോലീസിൻ്റെ അടിസ്ഥാന യോഗ്യത. അതൊക്കെ മാറി പ്രീ ഡിഗ്രി വരെ ആക്കിയെങ്കിലും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും സൂപ്പർ സ്പെഷ്യാലിറ്റിയൊക്കെ പഠിച്ചിട്ടൊക്കെ വരുന്ന കുറേ ആൾക്കാർ പോലീസിൽ വരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ചേരുന്ന രീതിയിലുള്ള മാറ്റം തീർച്ചയായിട്ടും പരിശീലനത്തിന് ആവശ്യമായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് ഇതുപോലെയുള്ള ജോലി ചെയ്യിക്കുന്നത് നിർത്തി, ഫറ്റീഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നിർത്തി. പരിശീലനം നൽകുന്ന ചില ഉദ്യോഗസ്ഥർ വളരെ പഴയ ഒരു രീതിയിലും സമ്പ്രദായത്തിലും പരിശീലനം നൽകിക്കൊണ്ട് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് മാറ്റിക്കൊണ്ട്, അതായത് ഇവർ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് എടാ പോടാ, അങ്ങോട്ടും തിരിയടാ, പോടാ പട്ടി, നാറി, വല്ലാത്ത ഒരു ഭാഷ അവർ ഉപയോഗിക്കും. പരേഡിൻ്റെയൊക്കെ പരിശീലനം നൽകുമ്പോൾ തെറ്റുകൾ വരുത്തിയാൽ തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, വല്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തെറി വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി ട്രെയിനിങ്ങിൻ്റെ ഇടയിലൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഞാനും ഇത് കേട്ടിട്ടുണ്ട്.
നമ്മുടെ IPS ട്രെയിനിങ്ങിൻ്റെ ഇടയിലൂടെ വളരെ വലിയതായിട്ട് വഴക്ക് പറയും. അവർ തെറ്റിച്ചാൽ നല്ലപോലെ വഴക്ക് പറയും, ശിക്ഷ തരികയൊക്കെ ചെയ്യും. പക്ഷെ ഒരിക്കലും മോശമായിട്ടുള്ള പദപ്രയോഗം ഉപയോഗിക്കാറില്ല. സാബെന്ന് തന്നെ വിളിച്ചുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും ഇവർ അഭിസംബോധന ചെയ്യുക. ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ളവരായിരിക്കും ട്രെയിനിങ് തരുന്നതെങ്കിൽ പോലും ശരിക്കും വഴക്ക് പറയും. എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ചുട്ട വഴക്ക് പറയും. പക്ഷേ ഒരിക്കലും അവർ ബഹുമാനം വിട്ട് സംസാരിക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വളരെ മോശ പദപ്രയോഗം നടത്തുകയും എടാ പൊടാ വിളികളും അതിനേക്കാളും വൃത്തികെട്ട വിളികളും ഒക്കെ വിളിച്ചുകൊണ്ട്, പക്ഷെ അതെല്ലാത്തിനും മാറ്റം വരുത്തിക്കൊണ്ട് കുറച്ച് മാന്യമായ രീതിയിൽ പരിശീലനം നൽകാൻ തുടങ്ങിയതും ആ 2010 ശേഷമുള്ള കാലയളവിലായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം പിന്നീട് ഞാൻ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പരിശീലനം നൽകുമ്പോൾ ഒരിക്കലും ഈ മോശ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളിലും മാറ്റം വരുത്തിയപ്പോൾ, അതായത് ഈ മീനിയൽ ജോബ്, വല്ലാത്ത താഴോട്ട്കടയിലുള്ള ഈ ജോലികൾ ചെയ്യുന്ന, വൃത്തിയാക്കൽ പോലെയുള്ള ജോലികൾ ചെയ്യുന്നത് നിർത്തിയപ്പോഴും മോശ ഭാഷ പരിശീലകർ ട്രെയിനീസിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്നത് നിർത്തിയപ്പോഴും ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം നമ്മൾ കണ്ടിരുന്നു. ആ സമയം കുറച്ചുകൂടെ നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറുന്ന പോലീസ് ഓഫീസേഴ്സ് വരാൻ തുടങ്ങി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും വളരെ യങ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, സബ് ഇൻസ്പെക്ടർ തൊട്ട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് സബ് ഇൻസ്പെക്ടർ ആവുന്നതും ഉണ്ടല്ലോ. അപ്പോൾ അവർക്കുമുള്ള ട്രെയിനിങ്ങും ഇവിടെ തന്നെയാണ്, പോലീസ് അക്കാഡമിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അവിടെയും വളരെ നല്ല രീതിയിലാണ് ട്രെയിനിങ് കൊടുക്കുന്നതെങ്കിലും ഈ പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻഡിപെൻഡൻറ്റ് ചാർജൊക്കെ വഹിക്കുന്ന ഒരു അവസരം വരുമ്പോൾ വളരെ മോശം ഭാഷ ഇവർ ജനങ്ങളുടെ മേലിൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യൂണിഫോം ഇടുമ്പോൾ കിട്ടുന്ന ഒരു അപാര ധൈര്യം കൊണ്ടോ ഞങ്ങളെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് എന്നുള്ള ഒരു ധാർഷ്ട്യം കൊണ്ടാണോ എന്താണെന്നറിയില്ല, അകപ്പാടെ ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരുപാട് മാറ്റം വന്നു. ജനങ്ങളെ പേടിപ്പിച്ച് നിയമം അനുസരിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറി നല്ല രീതിയിലുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളെ കൊണ്ട് പരമാവധി നമുക്ക് അവരെ നിയമം അനുസരിപ്പിക്കുക, നിയമം നടപ്പിലാക്കിക്കൊണ്ട് പോകാൻ സാധിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ട്രെയിനിങ്ങിന് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ പരിശീലനം എന്ന് പറയുന്നത് അതേ രീതിയിൽ നമ്മൾ മെച്ചപ്പെടുത്തിയെടുത്തു. പിന്നെ കേരള പോലീസ് അക്കാഡമിയിൽ വെച്ച് നടന്ന ഓഫീസർമാരുടെ, സബ് ഇൻസ്പെക്ടറിൻ്റെയും മുകളിലോട്ടുള്ള ഓഫീസർമാരുടെയും ഉള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, കുറ്റകൃത്യം അന്വേഷിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ക്ലാസ് നടത്തിക്കൊണ്ട് പോയപ്പോൾ അതിനകത്ത് ഒരു സജഷൻ വന്നു. നമുക്ക് വളരെ നല്ല അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട് കേരള പോലീസിൽ, വളരെ മിടുക്കരായിട്ടുള്ള അന്വേഷണം നടത്തുന്ന, ക്രൈം അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ, ഒരുപാട് നല്ല നല്ല കേസുകൾ തെളിയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, പേര് കേട്ട ഉദ്യോഗസ്ഥരുണ്ട്. DYSP റാങ്ക്, SP റാങ്കിലും DIG റാങ്കിലും ഒക്കെയുള്ള ചില ഉദ്യോഗസ്ഥർ അന്വേഷിച്ച എല്ലാ കേസുകളും തെളിയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് ഇവരുമായി ഈ പരിശീലനം നേടുന്ന ആൾക്കാരുമായിട്ട് സംസാരിപ്പിക്കുകയും അവരുമായിട്ട് സംവദിക്കുകയും അവരന്വേഷിച്ചിട്ടുള്ള ഏറ്റവും നല്ല കേസുകളെക്കുറിച്ച് ഒരു ക്ലാസ് പോലെ എടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സജഷൻ വന്നപ്പോൾ DGPക്ക് വളരെയധികം ഉത്സാഹമായി. നമുക്കങ്ങനെ ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി ആ സമയം ഏതാണ്, ഞാനും കൂടെ വന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്ന്. DGPക്ക് അത് കേൾക്കാൻ ഒരു താല്പര്യമുണ്ട്. കാരണം കുറ്റാന്വേഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വളരെ വിദഗ്ധരായിട്ടുള്ള ചില കുറ്റാന്വേഷകരെ നമ്മൾ വിളിച്ചു വരുത്തി അവരുടെ എക്സ്പീരിയൻസസ്, അവരെന്തൊക്കെ കേസുകൾ അന്വേഷിച്ചു, എന്തൊക്കെയാണ് അവർ അന്വേഷിച്ചപ്പോൾ നേരിട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചില കേസുകൾ തെളിയിച്ചത്, അതെന്തായി, കേസ് ശിക്ഷിച്ചോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽപ്പെട്ട ഒരു കഥ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം. ഒരു ഉദ്യോഗസ്ഥൻ മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിലമ്പൂർ ഏരിയ വളരെ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ, അവിടെയുള്ള ഒരു കേസായിരുന്നു. 7 വയസ്സുകാരി ഒരു പെൺകുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ കുട്ടിയെ ഒരു ദിവസം സ്കൂളിൽ നിന്നാണ് കാണാതാകുന്നത്. സാധാരണ സ്കൂളുകൾ ഇപ്പോൾ CBSE സിലബസ് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് തുടങ്ങിയ ശേഷം 10:30-11 മണിയാകുമ്പോൾ ഒരു ഇൻ്റർവെല്ല് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് പുറത്തു പോയി എന്തെങ്കിലും സ്നാക്സ് കഴിക്കുകയോ വെളിയിലൊക്കെ കളിച്ച് നടക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു 10-15-20 മിനിറ്റിന് ശേഷം വീണ്ടും ക്ലാസ് പുനരാരംഭിച്ച് 2 മണിയാകുമ്പോഴേക്കും ബ്രേക്ക് ചെയ്ത് അതിന് ശേഷം ലഞ്ചിന് ശേഷം പിരിയാം എന്നുള്ളതാണ് സ്കൂളിൽ ഇപ്പോൾ നടക്കുന്നത്. കുട്ടികളെ എല്ലാവരെയും കളിക്കാനായിട്ട് ഉച്ചയ്ക്ക് 10-11 മണിക്ക് ബെല്ലടിച്ച് പുറത്തോട്ട് വിട്ട സമയത്ത് ഈ കുട്ടിയെ കാണാതായി. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് റീഅസംബിൾ ചെയ്തപ്പോൾ ഈ കുഞ്ഞില്ലായിരുന്നു ക്ലാസ്സിൽ. ടീച്ചർമാരെന്തോ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല, കുറേ കുട്ടികൾ ശ്രദ്ധിച്ചു. അവർ ടീച്ചർമാരോട് പറയുകയൊക്കെ ചെയ്തു ഇന്നയാൾ വന്നിട്ടില്ല എന്ന്. അപ്പോൾ ടീച്ചർമാർ അവിടെ ഇവിടെയൊക്കെ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ നോക്കി, കണ്ടില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞു.
അവർ സ്കൂളിൽ വന്ന് കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. വളരെ വ്യാപകമായ തിരച്ചിൽ നടത്തി. എല്ലായിടത്തും നോക്കിയ ശേഷം കാണാത്തത് കൊണ്ട് പോലീസിനെ വിളിച്ചു പറയുകയും പോലീസ് വന്ന് തിരച്ചിൽ നടത്തുകയും ചെയ്തു. അങ്ങനെ 3 ദിവസമായിട്ട് കുട്ടിയെ കിട്ടില്ല. 4-ാമത്തെ ദിവസം കാടിൻ്റെ അതിർത്തി പ്രദേശത്ത് ഇങ്ങനെ കൂമ്പാരമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന, കാട്ടിൽ നിന്ന് വെട്ടിയ തടി കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വല്ലാത്ത ദുർഗന്ധം വന്നതുകൊണ്ട് ആൾക്കാർ അവിടെ പരിശോധിച്ചപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടി. അഴുകിയ നിലയിലായിരുന്നു. പക്ഷെ എന്തായാലും ഇത് കൊലപാതകം തന്നെയാണ് എന്ന് ഉറപ്പായിരുന്നു. കുഞ്ഞ് അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് വരില്ലല്ലോ. അപ്പോൾ ആരോ കൊന്നിട്ട് അതിൻ്റെ അകത്ത് പോയി ഒളിച്ചു വെച്ചതാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ലായിരുന്നു. അതിനെ ബലാത്സംഗം ചെയ്തതായിട്ടോ അതിൻ്റെ ശരീരത്തിൽ ഏറ്റ പാടുകളോ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതോ, ശ്വാസം മുട്ടിച്ച് കൊന്നതാണോ, കഴുത്തിൽ കുറുക്കിട്ട് കൊന്നതാണോ, ഒന്നും അങ്ങനെ വ്യക്തമായിട്ട് തെളിഞ്ഞില്ല. പോലീസ് ഇതേക്കുറിച്ച് വളരെ വ്യാപകമായിട്ട് അന്വേഷിച്ചു. 1 ആഴ്ച 2 ആഴ്ച അങ്ങനെ ഒരു തെളിവുമില്ലാതെ കടന്നുപോയി. എല്ലാവരെയും ചോദ്യം ചെയ്തു. സ്കൂളിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. കൂടെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടികളല്ലേ, 7 വയസ്സ് 8 വയസ്സ് പ്രായമായ കുട്ടികളാണല്ലോ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊന്നും ഓർത്ത് പറയാനുള്ള കഴിവൊന്നുമില്ല. അപ്പം എന്നാലും കുറേ പ്രാവശ്യം ഇങ്ങനെ കുട്ടികളോട് തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത്, നിങ്ങൾ എവിടെയൊക്കെ പോയി, ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ആയിരുന്നോ, സ്കൂളിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയോ, അവരെവിടെയൊക്കെ പോയി എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ കുട്ടികൾ പുറത്തോട്ട് ഇറങ്ങാറുണ്ട്. സ്കൂളിൽ അങ്ങനെ കർശനമായിട്ട് ഗേറ്റൊന്നും അടച്ചിടാറൊന്നുമില്ല. കുട്ടികൾ ചിലപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വെളിയിലൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ടൊക്കെ വരും. തൊട്ടടുത്തൊരു കുഞ്ഞ് കടയുണ്ട്. അപ്പോൾ കടയിൽ ചെന്ന് ചോക്ലേറ്റ് മുട്ടായിയൊക്കെ വാങ്ങിച്ചിട്ട് വരും. ചിലപ്പോൾ പെൻസിലോ റബ്ബറോ ബിസ്ക്കറ്റോ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അവിടെ നിന്ന് വാങ്ങിയിട്ട് വരും. അപ്പം അങ്ങനെ കുട്ടികൾ പോയതിൻ്റെ ഇടയിൽ അടുത്ത വീട്ടിലെങ്ങാണ്ട് ഒരു ചാമ്പയ്ക്ക, സ്കൂളിൻ്റെ കുറച്ച് മാറിക്കിടക്കുന്ന ഒരു വീട്ടിലെ ചാമ്പയ്ക്ക മരമുണ്ട്. അപ്പോൾ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന ചാമ്പയ്ക്ക കാണുമ്പോൾ ഇവരെ ചില കുട്ടികൾ പോയി അത് പറിച്ച് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയപ്പോൾ അവിടെ വളരെ പ്രായമായ ഒരു അപ്പൂപ്പ മാത്രമേ ഉള്ളൂ. 76-77 വയസ്സ് പ്രായമായ ഒരു ആൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒറ്റയ്ക്കാണ് അവിടെ രാവിലെ പകൽ സമയമൊക്കെ ഉണ്ടാവുക. രാത്രിയിൽ ആരെങ്കിലും വരുമോ എന്നറിയില്ല. പക്ഷെ മിക്കവാറും എപ്പോഴും ആൾ ഒറ്റയ്ക്കായിരിക്കും. ഭാര്യ മരിച്ചുപോയി, മക്കളും ബാക്കി എല്ലാവരും ഒക്കെ പല സ്ഥലത്തായിട്ടാണ്. അയാളിങ്ങനെ അവിടെ ഒരു വലിയ വീടും പറമ്പും ഒക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിവിടെ കുട്ടികൾ ചിലപ്പോൾ വരാറുണ്ട്, താഴെ കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചാമ്പയ്ക്ക് അവർ പറിച്ചുകൊണ്ട് പോവും, ചിലപ്പോൾ മരത്തിൽ കയറും. ഞാനൊന്നും പറയാറില്ല, കുഞ്ഞുങ്ങളല്ലേ ചെയ്തോട്ടെ. ഇവിടെ എല്ലാം നിറയെ മരങ്ങളുണ്ട്, പേരയ്ക്കയുണ്ട്, ചാമ്പയ്ക്കുണ്ട്, ചക്കയുണ്ട്, അങ്ങനെ എല്ലാ മരങ്ങളും ഉള്ളതാണ്. അപ്പോൾ അവർ കുട്ടികൾ പറിച്ചോട്ടെ എന്ന് വിചാരിക്കും. പറിച്ചിട്ട് അവരങ്ങ് പോവും. ഈ കുട്ടിയെ എനിക്ക് ഓർമ്മയില്ല, കണ്ടതായിട്ട് ഓർമ്മയില്ല. അന്നും കുട്ടികൾ വന്നിട്ടുണ്ടാവും പതിവ് പോലെ എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഇയാളുടെ വലത് കൈയിലെ ഈ ഭാഗത്തായിട്ട് ഒരു മുറിവ് ശ്രദ്ധിച്ചു. അപ്പോൾ ഈ മുറിവ് ശകലം ആഴത്തിലുള്ളതാണ്. അതിനകത്ത് എന്തോ ഇങ്ങനെ പെരട്ടി വെച്ചിട്ടുണ്ട്, തൈല് ഓയിൻമെൻറ്റോ എന്തൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു അയാളോട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഞാൻ പേരയ്ക്ക മുറിച്ചപ്പം കൈ മുറിഞ്ഞതാണ്, കത്തി തെന്നി വീണിട്ട് കൈ മുറിഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇടത് കൈയ്യനാണ് അല്ലേ എന്ന ഉദ്യോഗസ്ഥൻ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പരിഭ്രമിച്ചിട്ട് പറഞ്ഞു, ഇല്ല, എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇടത് കൈ കൊണ്ടാണോ എഴുതാറുള്ളത്, ഭക്ഷണം കഴിക്കാറുള്ളതൊക്കെ ഇടത് കൈ വെച്ചിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പം നല്ല വലത് കൈയാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വലത് കൈ വെച്ച് കത്തിയിൽ അരിയുമ്പോൾ അതെങ്ങനെയാണ് ഇവിടെ മുറിയുന്നത് എന്ന് ചോദിച്ചു. ഞാനത് ഇടത് കൈ വെച്ചാണ് അന്ന് പേരയ്ക്ക മുറിച്ചത് എന്ന് തോന്നുന്നു എന്ന്. അയാളപ്പോൾ ശകലം പരിഭ്രമിച്ചു. അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാളുടെ കൈ പിടിച്ചപ്പോൾ അയാൾ വലിച്ചെടുത്തു. സമ്മതിച്ചില്ല നോക്കാനായിട്ട്. അപ്പോൾ ബലം പ്രയോഗിച്ച് കൈ പിടിച്ച് വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ പല്ല് കയറിയതുപോലെയുള്ള ഒരു 3-4 പാടുകൾ ഇങ്ങനെ ഡീപ്പായിട്ട് കിടക്കുന്ന അയാളുടെ കയ്യിൽ. അപ്പോൾ അത് അയാളെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. കാരണം പല്ലെന്ന് പറയുന്നത് മുതിർന്ന ആൾക്കാരുടെ പല്ലല്ല, അത്ര വലിയ ആൾക്കാരുടെ പല്ലാണെങ്കിൽ അത് കുറച്ചും കൂടെ വീതിയിലിരിക്കും. ഇപ്പോൾ ഈ കുട്ടികളെ സാധാരണ വലത് കൈ വെച്ച് പിടിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കടിക്കുമ്പോൾ പറ്റുന്ന പോലെയുള്ളൊരു പാടാണ്. അതിൽ സംശയം തോന്നി അയാളെ സ്റ്റേഷനിൽ വെച്ച് കുറേ ചോദ്യം ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചു അയാൾ തന്നെയാണ് ചെയ്തതെന്ന്. അതായത് എപ്പോഴും വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഈ ഒരു പെൺകുട്ടി വളരെ ക്യൂട്ടാണ്, അയാൾ എപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട്. ഇയാൾ പ്രായമായി, ഈ ഒരു 78-79 വയസ്സിൽ എന്ത് കാമമാണ് ഇയാൾക്ക് ഉണ്ടാവുക, അതും കുട്ടിയുടെ അടുത്ത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ദിവസം ഈ കുഞ്ഞിങ്ങനെ ചിരിച്ചു കളിച്ച് സംസാരിച്ച് നിന്നപ്പം അകത്ത് വാ മോളെ ചോക്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അതിനെ മുറിക്കാത്തിട്ട് എന്തോ ചെയ്യാൻ ശ്രമിക്കുകയും അത് അതിൻ്റെ ഇടയിൽ കൂടെ കൈ കടിക്കുകയും ആ കൈ കടിയുടെ വേദനയിൽ അയാൾ എന്തോ ചെയ്യുകയും കൊച്ചു മരിച്ചു പോവുകയും ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അന്നത്തെ ദിവസം അയാൾ ആ കുട്ടിയെ കട്ടിലിൻ്റെ അടിയിൽ എങ്ങാണ്ട് ഇട്ടിരുന്നു. പിറ്റേന്ന് പുലർച്ചെ എങ്ങാണ്ടാണ് അയാൾ കൊണ്ടുപോയി തൂക്കിയെടുത്തോണ്ട് പോയി ആ കാടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് വിറക് വെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിലോട്ട് വിറക് കുറച്ച് മാറ്റി ഈ കുട്ടിയെ അവിടെ ഇട്ടിട്ട് മൂടിയിട്ടിട്ട് വന്നു എന്ന് സമ്മതിച്ചു. ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കോടതി ഇയാളെ ശിക്ഷിക്കുകയും ചെയ്തു എന്നാണ് വിവരിച്ച കഥ. നല്ല ഒരു അന്വേഷണമാണ്. കുറ്റം ചെയ്ത പ്രതിയെ അറസ്റ്റ് ചെയ്തു. ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് മീറ്റ് ചെയ്തു.
പക്ഷേ ഇതിനകത്ത് വിക്ടിം ജസ്റ്റിസ് പൂർണ്ണമായിട്ട് മീറ്റ് ചെയ്തു. അതായത് ഇരയ്ക്ക് കിട്ടേണ്ടിയിരുന്ന പൂർണ്ണ നീതി ഇതിൽ നിന്ന് കിട്ടിയോ എന്നുള്ളൊരു സംശയം ഞാനന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഉത്തരമില്ലായിരുന്നു. എന്താണ് ഇരയ്ക്ക് കിട്ടേണ്ടിയിരുന്ന നീതി? ആ ഒരു പ്രായത്തിൽ അതിന് കിട്ടേണ്ടിയിരുന്ന സംരക്ഷണം അതതിന് കിട്ടിയില്ല. ഒന്നാളെ മാത്രം പിടിച്ചാൽ മതിയോ? അതോ നമുക്കത് കവിഞ്ഞ് വേറെ ആരെങ്കിലും ഇതിനകത്ത് പ്രതിയാകുമോ? എന്തുകൊണ്ട് സ്കൂൾ അധികാരികളെ പ്രതിയാക്കിയില്ല? എന്തുകൊണ്ട് സ്കൂളിൻ്റെ ഗാർഡിനെ പ്രതിയാക്കിയില്ല? പലപ്പോഴും അച്ഛനമ്മമാരാണ് ഇത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപരിചിതരായിട്ടുള്ള ആൾക്കാരെ അകത്ത് വിളിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോയാൽ ഒരിക്കലും പോകരുത്. അവർ തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്. സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിനകത്ത് തന്നെ നിന്ന് കളിക്കുക, പുറത്തോട്ട് പോകാൻ പാടില്ല. എന്തൊക്കെ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കിൽ ഓടി നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി സ്കൂളിൽ ഏൽപ്പിച്ച് വിടും. കൊച്ചു കുട്ടികളാകുമ്പോൾ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ വിടുന്നുണ്ട്. പ്ലേ സ്കൂളുകളിൽ 3 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ കുട്ടികളെ വിടാറുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും തലവേദന ഒഴിയുമല്ലോ അത്രയും സമയത്തേക്ക്. അവർക്ക് സ്വസ്ഥമായിട്ട് ഓഫീസിൽ പോകാമല്ലോ. എൻ്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് സ്കൂളിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് മാതാപിതാക്കൾ പോകുമ്പോൾ ആ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് സ്കൂളല്ലേ എന്തെങ്കിലും ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിൻ്റെ ഗേറ്റ് അടച്ചിടണമായിരുന്നു. പുറത്തോട്ട് കുട്ടികളെ പോകാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അവിടെ ഒരു ഗാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗാർഡിനെ തീർച്ചയായും അവിടെ നിർത്തണമായിരുന്നു. സ്കൂളിൻ്റെ അകത്ത് ഒരു ഷോപ്പ് സ്കൂൾ തന്നെ തുടങ്ങണമായിരുന്നു. അവിടെ നിന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങട്ടെ. പുറത്തോട്ട് പോകാൻ എന്തിനനുവദിക്കണം? കാരണം പുറത്തുള്ള കടകളിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ മാത്രമല്ല, അല്ലാത്തയും സാധനങ്ങൾ, ലഹരി വസ്തുക്കളും ഒക്കെ വിൽക്കാം. കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും വിൽക്കാം. അപ്പോൾ അതൊക്കെ സ്കൂള് കണ്ണടക്കിയായിരുന്നു. അതുപോലെ ഈ ഓടി നടക്കുന്ന പ്രായത്തിൽ കുട്ടികൾ വെളിയിൽ പോയി ജാമ്പ മരത്തിലൊക്കെ കയറും. പക്ഷേ സ്കൂൾ തീർച്ചയായിട്ടും അതിന് ശ്രദ്ധ വേണമായിരുന്നു. ഇത് കുറേ നാളായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്കൂൾ അതിൽ ശ്രദ്ധിച്ചില്ല? നമ്മളാരും ഇതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. പിന്നീടും ഇതുപോലെയുള്ള പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സ്കൂളിൽ വെച്ചുണ്ടാകുന്ന അത്യാഹിതങ്ങൾ നടന്നിട്ടുണ്ട്. സ്കൂളിൻ്റെ പുറത്താണ്, ഞങ്ങൾക്കതിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ കൈ കഴുകും. അവർ കൊടുക്കേണ്ട സംരക്ഷണം കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുന്നത് കാരണം ഒരുപാട് കുട്ടികൾ ഇതുപോലെ അപകടത്തിൽ പിന്നീടും പെട്ടിട്ടുണ്ട്. ഭാവിയിലെങ്കിലും ഇനി നിങ്ങൾ ഇതുപോലെയുള്ള കേസ് അന്വേഷിക്കുമ്പോൾ വിക്ടിമിൻ്റെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കണം. കുട്ടികളുടെ അച്ഛനമ്മമാർ അവരുടെ ഭാഗത്ത് നിന്ന് കൂടെ ചിന്തിച്ചുകൊണ്ട് എല്ലാവർക്കുമുള്ള റെസ്പോൺസിബിലിറ്റി, ഈ സംഭവം ഉണ്ടായതിൻ്റെ പങ്ക് വഹിച്ച എല്ലാവർക്കും ഉള്ള റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് വിവരണം നടത്തിക്കൊണ്ട് കേസ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ DGP അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓർഡറായിട്ട് പോയിട്ടുണ്ട് പിന്നീട്. പക്ഷേ ഇപ്പോഴും അത് എത്രമാത്രം പാലിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിവില്ല. സസ്നേഹം, ശ്രീലേഖ.